ഫ്രണ്ട്സ്, വെൽക്കം ടു ഇംഗ്ലീഷ് മിത്ര. ഇംഗ്ലീഷ് മിത്രയുടെ FAQ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ആണ് 10 ക്വസ്റ്റ്യൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിച്ചിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഒത്തിരി കോമൺ തോന്നിയ ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഒത്തിരി പഴയതും എടുത്തിട്ടുണ്ട്, ആക്ച്വലി കുറേ പഴയതും എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കിടക്കാം. അതെ, അതിന് മുന്നായിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഓക്കെ. ലോങ് ടൈം നോ സീ എന്ന് നമുക്ക് പറയാൻ പറ്റും. ലോങ് ടൈം നോ സീ എന്ന് പറയാൻ പറ്റുമെന്ന് പലർക്കും ഡൗട്ട് ഉണ്ട്. പറയാൻ പറ്റും. ഇറ്റ്സ് ആൻ ആക്സെപ്റ്റഡ് യൂസേജ്. ഇപ്പം നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സുബോധ്. അതിനകത്ത് സുബോധ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ലോങ് ടൈം നോ സീ എന്ന് പറയുമ്പോൾ ഗ്രാമാറ്റിക്കലി ഇൻകറക്റ്റ് ആണെങ്കിൽ പോലും അത് ആക്ച്വലി ഒരു കറക്റ്റായിട്ടുള്ള യൂസേജ് ആണ്, ആക്സെപ്റ്റഡ് ആണെന്ന് പറഞ്ഞപ്പോൾ അതിൽ കോമൻസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ തെറ്റാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് പഠിപ്പിക്കുന്നതെന്ന്. തെറ്റാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഗ്രാമാറ്റിക്കലി ഇറ്റ് ഡസൻറ്റ് മേക്ക് സെൻസ്. ലോങ് ടൈം നോ സീ എന്ന് പറയുമ്പോൾ വേർബും ഇല്ല, ഒബ്ജക്റ്റും ഇല്ല, ഒന്നുമില്ല, സെന്റൻസ് അല്ല. സെന്റൻസ് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് വേ ആണ്. ലൈക്ക് എവറിത്തിങ് ഈസ് സ്കാറ്റേർഡ് ഹിയർ ആൻഡ് ദെയർ. അപ്പോൾ അതുകൊണ്ടാണ് ഗ്രാമാറ്റിക്കലി ഇൻകറക്റ്റ് ആണെന്ന് പറയുന്നത്. പക്ഷേ മോസ്റ്റ് ഓഫ് ദി ഇഡിയംസ് ആർ ഗ്രാമാറ്റിക്കലി ഇൻകറക്റ്റ് അല്ലേ. ഇഡിയംസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ കുറേ ഉണ്ട് അങ്ങനെ. അപ്പോൾ അതൊക്കെ അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ അത് പറ്റില്ല. ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു യൂസേജ് ആണ് ലോങ് ടൈം നോ സീ. സോ നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ ആ ഡിക്ഷണറിയിൽ അത് ആക്സെപ്റ്റഡ് ആയതുകൊണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അത് ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു യൂസേജ് ആണ്. ഇപ്പം നമ്മൾ അയ്യോ എന്നുള്ള വാക്ക് എടുക്കുകയാണെങ്കിൽ മലയാളം വാക്കാണ്. എല്ലാവർക്കും അറിയാം അയ്യോ എന്നുള്ള മലയാളം വാക്കാണ്. എന്താ നമ്മളിപ്പം എവിടെയെങ്കിലും വീഴുമ്പം ഒരു എക്സ്ക്ലമേഷൻ പോലെ അയ്യോ എന്ന് പറയുന്നത്. ഇപ്പോൾ അതൊരു ഇംഗ്ലീഷ് വാക്കും കൂടിയാണ്. കാരണം അത് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ അത് ഇടം പിടിച്ചിട്ടുണ്ട്. അത് ഇംഗ്ലീഷിലും ഉള്ളൊരു വാക്കുമാണ്. സെയിം മീനിങ് ആണ്. നമ്മൾ എവിടെയെങ്കിലും വീഴാനോ എങ്കിലും പോകുമ്പോൾ പെട്ടെന്ന് ഔട്ട് ഓഫ് സർപ്രൈസ് നമ്മൾ യൂസ് ചെയ്യുന്നൊരു എക്സ്ക്ലമേറ്ററി വേർഡായിട്ടാണ് അയ്യോ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ആക്സെപ്റ്റ്. അപ്പം നമുക്ക് വാദിക്കാൻ പറ്റില്ല അത് ഇംഗ്ലീഷ് വാക്കല്ലല്ലോ എന്ന്. ആണ്, ഇനി തൊട്ട് അത് ഇംഗ്ലീഷ് വാക്കാണ്. സോ ഇറ്റ്സ് ആൻ ആക്സെപ്റ്റഡ് യൂസേജ്. യെസ്, ഇറ്റ്സ് എ വെരി ഇൻഫോർമൽ വേ ഓഫ് സേയിങ് ഇറ്റ്. ലൈക്ക് യു നോ വെൻ യു സേ ലോങ് ടൈം നോ സീ, ഇറ്റ്സ് നോട്ട് ദാറ്റ് അവിടെയുള്ള ആൾക്കാർക്ക് ഗ്രാമർ അറിയില്ലാത്തതുകൊണ്ട് അവരങ്ങനെ ആക്കിയതല്ലല്ലോ. അതൊരു വേ ഓഫ് സേയിങ് ഇറ്റ് അല്ലേ. അതൊരു കുറച്ചുകൂടി ഒരു ഭയങ്കര ഇൻഫോർമൽ ആണത്. നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ കാണുമ്പോൾ നമ്മൾ ഒത്തിരി ആയാലോ കണ്ടിട്ടുണ്ടെന്ന് പറയുന്ന സാധനമാണത്. അപ്പം സോ ദാറ്റ്സ് ആൻ അക്സെപ്റ്റഡ് തിങ്. സംഭവം എന്ന് വെച്ചാൽ ബിക്കോസ് ഇംഗ്ലീഷ് ഇസ് ലൈക്ക് വേറൊരു ലാംഗ്വേജ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒത്തിരി ഓവർലി കറക്റ്റ് ആവാൻ ശ്രമിക്കുന്നത്. ഇപ്പം നമ്മൾ മലയാളത്തിലാണെങ്കിൽ പോലും ഇപ്പം നമ്മൾ ഈ എൻ്റെ അച്ഛനൊക്കെ പറയും നമ്മൾ വാ താ പോ എന്നങ്ങനെയൊന്നും പറയാൻ പാടില്ല. വരൂ തരൂ പോകൂ എന്ന് വേണം പറയാനെന്നുള്ളത്. എൻ്റെ അമ്മ for one person എനിക്ക് എൻ്റെ അച്ഛൻ്റെ നിന്ന് കുറേ വഴക്ക് കിട്ടിയിട്ടുള്ളത് ആ ഒരു ഇതിനാണ്. വാ താ എന്നൊന്നും നമ്മൾ പറയാൻ പാടില്ല. ഇറ്റ്സ് ആക്ച്വലി റൂഡ് എന്ന്. അപ്പോൾ നമ്മൾ അങ്ങനെ പറയണം. സോ നമ്മളതൊന്നും വിചാരിച്ചിട്ടായിരിക്കില്ല പറയുന്നത്. പക്ഷെ നല്ലതായിട്ട് മലയാളം സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഭയങ്കര നല്ല വാക്കുകളും ഗ്രാമറും ഒക്കെ എന്തായാലും ഡിഫറെൻ്റ് ആയിരിക്കും. സോ ദാറ്റ് ഈസ് ദ തിങ്. നമ്മൾ മലയാളത്തിലായാലും നമ്മൾ ഫ്രണ്ട്സ് തമ്മിൽ കാണുമ്പോൾ തന്നെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെയൊന്നും പറഞ്ഞല്ലോ. കുറെ ആളോട് കണ്ടിട്ട് അങ്ങനെയൊക്കെയല്ലേ. ഇനി അടുത്തത്, ഇന്നലെ ഞാൻ ഫോൺ വിളിച്ചായിരുന്നു പക്ഷെ കിട്ടിയില്ല. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? Okay, you can maybe say I tried calling you yesterday but it didn't get through, or the call didn't get through. വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് നമ്മൾ പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. Call didn't get connected. Yeah, call didn't get connected. അതും പറയാം. Call didn't get through. Be used. Yeah. But call didn't get through is a very good usage because most of our students doesn't know that. I mean most of our students don't know that. അപ്പോൾ അത് നല്ലൊരു ഫ്രേസ് ആണ് ഗെറ്റ് ത്രൂ എന്നുള്ളത്. കോൾ കണക്റ്റ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം ഡിഡ്ന്റ് ഗെറ്റ് ത്രൂ എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ഇനി മുതൽ നിനക്ക് നിന്റെ വഴി എനിക്ക് എൻ്റെ വഴി. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഫ്രം നൗ ഓൺ യുവർ ഓൺ യുവർ ഓൺ. ഫ്രം നൗ ഓൺ യു ആർ ഓൺ യുവർ ഓൺ. ഇനി തൊട്ട് നിനക്ക് നിന്റെ കാര്യം വഴിന്ന് നമ്മൾ അങ്ങനെ എക്സാക്ട് വേർഡ് ഒന്നും ഇല്ല. നമുക്ക് നിന്റെ കാര്യം എനിക്ക് എന്റെ കാര്യം സെയിം മീനിങ് ആണ് ഈ ഒരു ഫ്രേസിനും വരുന്നത്. എക്സാക്ട്ലി സെയിം മീനിങ് ആണ് വരുന്നത്. ഇനി തൊട്ട് നിന്റെ കാര്യങ്ങൾ നീ തന്നെ നോക്കിക്കോണം, ഞാൻ നോക്കത്തില്ല. അതാണല്ലോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ എക്സാക്ട് ആയിട്ടുള്ള ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ് ഇത് വരുന്നത്. ഇപ്പൊ തൊട്ട് ഫ്രം നൗ ഓൺ യു ആർ ഓൺ യുവർ ഓൺ. നിനക്ക് സ്വന്തമായിട്ടുള്ള നിന്റെ ഉത്തരവാദിത്തത്തിലാണ് നീ. ഞാനായിട്ടൊരു ബന്ധമില്ല. ഇനി അടുത്ത് ഞാനല്ലേ ചോദിക്കുന്നത്, ഡിഫറൻസ് ബിറ്റ്വീൻ അറൗണ്ട് ആൻഡ് ഓൾമോസ്റ്റ്. അറൗണ്ട് ആൻഡ് ഓൾമോസ്റ്റ് ദർ ഈസ് എ റെഫറൻസ്. ഐ മീൻ രണ്ടും ഉപയോഗിക്കുന്നത് ഒരു കാര്യത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കാര്യങ്ങളെ പറ്റി പറയാനാണ്. ലൈക്ക് സമയത്തിന് ഐ എം ഓൾമോസ്റ്റ് ദെയർ എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ അവിടെ എത്താറായി, തൊട്ടടുത്ത് തന്നെ ഉണ്ടെന്നാണ്.
I'll reach there around 5:30 എന്ന് പറഞ്ഞാൽ ഞാൻ 5:30 ആവാറാകുമ്പോഴത്തേക്കും 5:30 കറക്റ്റ് അല്ല. I'll reach there at 5:30 എന്ന് പറഞ്ഞാൽ ഞാൻ 5:30 കറക്റ്റ് അവിടെ എത്തും. I'll reach there around 5:30 എന്ന് പറഞ്ഞാൽ എനിക്ക് 5:20 ചെല്ലാം, 5:40 ചെല്ലാം, അങ്ങനെ. അതുമായിട്ട് ക്ലോസ് ആയിട്ട് ഇറ്റ്സ് ഓൾമോസ്റ്റ് 12 o'clock എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ്സ് ലൈക്ക് വെരി നിയർ ടു 12 o'clock. 12 o'clock ആകാൻ കുറച്ച് സമയം ഉണ്ടായിരിക്കുള്ളൂ. അറൌണ്ട് 12 o'clock എന്ന് പറഞ്ഞാൽ 12 o'clock ആകാൻ ഇനി ഇഷ്ടംപോലെ സമയം ഉണ്ടായിരിക്കും. ചിലപ്പോൾ 12 o'clock കഴിഞ്ഞിട്ടുണ്ടാവും. സോ ഇറ്റ്സ് നോട്ട് ഈവൻ ക്ലോസ് ടു ദ എക്സാക്ട്. ഓൾമോസ്റ്റ് അതെ, ഓൾമോസ്റ്റ് കുറച്ചുകൂടെ ക്ലോസ് ആണ്. അറൌണ്ട് നമ്മൾ കുറച്ചുകൂടെ ഒരു റൗണ്ട് പറയുമ്പോഴാണ് കീപ്പ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷാൽ വി ഗോ ഫോർ എ മൂവി? ഇത് ശരിയാണോ തെറ്റാണോ? ഇങ്ങനെ പറയോ? ഷാൽ വി ഗോ ഫോർ എ മൂവി എന്ന് പറയാം. ആസ് യു സെഡ് ഷാൽ വി ഗോ ടു സീ എ മൂവി എന്ന് ചോദിക്കാം. Correct. Yeah, to watch a movie. So not see a movie, to watch a movie. Shall we go to watch? അങ്ങനെ നമ്മൾ പറയില്ലേ, shall we go watch a movie? Go watch a movie. That is also correct. നമുക്ക് അല്ലാതെ പറഞ്ഞാൽ shall we go for a movie? Is that's correct. That is one. the correct one. Yes. ഇനി അടുത്ത് ഞാനാണ് ചോദിക്കേണ്ടത് അല്ലേ? Can we use would instead of used to? Yes. Pastൽ ഒരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ലൈക്ക് നൗ വി ഡോണ്ട് ഡു ദാറ്റ്. യൂസ്ഡ് ടു എന്ന് പറയുമ്പോൾ ഐ യൂസ്ഡ് ടു ഗോ wake up at 6 when I was a student. I used to go for long walks എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, when I was a child എന്ന് പറയുമ്പോൾ you can say that I would go for long walks when I was a child എന്നും പറയാം. I would go for long walks ന്റെ കൂടെ I think we should always use this scenario when I was a child. You don't need used to കൂടെ അത് വലിയ അത്യാവശ്യമില്ല. I used to do this പറയുമ്പം we don't really have to mention the time period and stuff like that. But when it comes to would, you have to because woodന് പല യൂസേജ് ഉണ്ട്. So then it will be wrong if you don't mention the time period and stuff like that. Used to എന്ന് പറയുമ്പോൾ അതിനൊരു യൂസേജ് ഉള്ള എന്താണ്, ഞാൻ ഇങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് പറയാനായിട്ട്. ബട്ട് വുഡിന് വേറെ ഒത്തിരി യൂസേജ് ഉള്ളതുകൊണ്ട് what she said is right. You have to mention the time period. When I was a child, when I was your age, അല്ലെങ്കിൽ when I was in college, അങ്ങനെ എന്താണോ ടൈം പീരീഡ് എന്ന് വെച്ചാൽ അത് മെൻഷൻ ചെയ്യണം. ഓക്കെ, I have to ask, right? Yes, you have to ask. You sing too good എന്ന് പറയുമോ? You sing too good എന്ന് പറയില്ല. You sing well. Yeah. You sing well. Really well. You sing really well. അങ്ങനെയൊക്കെ പറയാം. പക്ഷെ you sing good എന്നേ Your പറയത്തില്ല. songs are too good. Yeah, അങ്ങനെ പറയാം. That I've heard. But you sing too good എന്ന് ഞാൻ അല്ല പറയില്ല. അങ്ങനെ പറയില്ല. You sing well or you sing really well. അങ്ങനെ പറയാം. ഇനി എൻ്റെ അല്ലേ, വാട്ട്സ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഇംഗ്ലീഷ് ആൻഡ് ദി ഇംഗ്ലീഷ്? English is the language, okay? English with a capital letter E is the language. Whereas the other one, the English എന്ന് പറയുന്നത് is the people of England. ഇംഗ്ലണ്ടിലെ ആളുകളെയാണ് നമ്മൾ the English എന്ന് പറയുന്നത്. അതെ, I've also heard. ഞാൻ like one of my teachers, like she corrected me, the Englishum when I said the English is a very good language എന്നങ്ങനെ ഞാൻ എഴുതിയപ്പോൾ she corrected that the English is the people of English and English is the language. The English is the people of England. Yeah. അതെ, അപ്പോൾ അത് next it's your chance. Yeah, so supposed to ന്റെ യൂസേജ് എന്താണ്? That's the last question. Supposed to ന്റെ യൂസേജ്, supposed to you use instead of expected to, like you are supposed to do this and supposed to do this. You're supposed to go there. Supposed to do this എന്ന് പറയുമ്പോൾ it means that you are expected to do this എന്ന് വെച്ചാൽ നീ ഇത് ചെയ്യണമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് നിന്റെ ഡ്യൂട്ടി ആണെന്ന് കാണിക്കുകയാണ്. You're supposed to study for the exam. Which means it's your duty to study your exam. That is what is expected from your side. അതാണ് അർത്ഥം വരുന്നത്. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. You were supposed to be here. അതെ, അങ്ങനെ നീ ഇവിടെ ഉണ്ടായിരിക്കേണ്ടതായിരുന്നു. സോ ദിസ് ഇസ് വാട്ട് യു ഹാഡ് ടു ഡു. ലൈക്ക് അതായിരുന്നു നിന്റെ ജോലി, അതായിരുന്നു നീ ചെയ്യേണ്ടിയിരുന്നത്, അതാണ് നീ ചെയ്യുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നത്. ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ സപ്പോസ് ടു യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഐ തിങ്ക് വീവ് കവർ 10 questions very quick, very fast. പെട്ടെന്ന് തീർന്നു. Yeah. I think some people want പെട്ടെന്ന്, so we thought that we'll clear it പെട്ടെന്ന്. Yeah. But if you have doubts like this, please post it in the comment section. ഞങ്ങൾ അത് വീഡിയോയിൽ പ്രസന്റ് ചെയ്തില്ലെങ്കിലും ഉറപ്പായിട്ട് നിങ്ങൾക്ക് മറുപടിക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. കോമന്റിന് മറുപടി തരുന്നതായിരിക്കും. കോമന്റിന്
റിപ്ലൈ തരുന്നതായിരിക്കും, കോമന്റിന് മറുപടി തരുന്നതായിരിക്കും. എന്ന് റിലേ വിട്ടിരിക്കുകയാണ് എൻ്റെ അക്ഷര ഈസ് ഓൾവേസ് പെർഫെക്റ്റ്. എൻ്റെ കുറച്ച് റിലേ ഇന്ന് പോയിരിക്കുകയാണെന്ന് തോന്നുന്നു. ഓക്കെ, സോ ഐ തിങ്ക് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇതെപ്പോഴും ഞാനാ പറയുന്നത്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൺസിഡർ ചെയ്യുക. അതേപോലെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ്, സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ക്ലിക്ക് ചെയ്യുക, കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കൗൺസിലറിനോട് ചോദിച്ചത് ക്ലിയർ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കോഴ്സ് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇതൊക്കെല്ലാം ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റിയൊരു കോഴ്സാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ, മറ്റൊരു ഇൻട്രസ്റ്റിംഗ് FAQ സെഷനിൽ കാണുന്നത് വരെ, ദിസ് ഇസ് രേവതി കൃഷ്ണൻ ആൻഡ് അക്സ അബ്രഹാം സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. താങ്ക് യു ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ. ഇംഗ്ലീഷ് മിത്ര വാട്സ്ആപ്പ് വഴി നൈസായി ഇംഗ്ലീഷ് പഠിക്കാം. ഇഷ്ടമുള്ള സമയത്ത് ഏതു പ്രായത്തിലും കട്ട സപ്പോർട്ടുമായി പേഴ്സണൽ ട്രെയിനർ, 1-to-1 ട്രെയിനിങ്, തിരഞ്ഞെടുക്കാൻ ബേസിക്, ഇന്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ് എന്നീ ഓപ്ഷനുകൾ. നിങ്ങൾക്കും പഠിക്കേണ്ടേ? ഉടൻ കോൺടാക്ട് ചെയ്തോളൂ ഇംഗ്ലീഷ് മിത്ര.